1950-ൽ ആന്ധ്രയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മധുകാന്ത ഭട്ട് കല്യാണം കഴിഞ്ഞ് ഹൈദരാബാദിലെ ഭർതൃവീട്ടിലെത്തുമ്പോൾ പ്രായം 18 വയസ്സ്. ഭർത്താവിന് തുച്ഛമായ വരുമാനം മാത്രം. ചെറിയ ചെറിയ തുട്ടുകളും നാണയങ്ങളും മാറ്റിവെച്ച് 3-4 വർഷം കൊണ്ട് മധുകാന്ത ഒരു തയ്യൽ മെഷീൻ വാങ്ങി. അന്ന് 200 രൂപയായിരുന്നു വില. തയ്യൽ സ്വയം പഠിച്ച് തയ്ച്ചു തുടങ്ങി. മാന്യമായി ജീവിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും സഹായിച്ച അതേ തയ്യൽ മെഷീനും മധുകാന്തയും 65 വർഷത്തിന് ശേഷം വീണ്ടും വാർത്തയിൽ നിറഞ്ഞു. അന്നത്തെ ആ 18കാരിക്ക് ഇന്ന് 93 വയസ്സ്. തുണിക്കടകളിലെ വേസ്റ്റ് ഉപയോഗിച്ച് അവർ തുണിസഞ്ചികൾ ഉണ്ടാക്കുന്നു. പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ബദലായി ഹൈദരാബാദിൽ ഈ തുണിസഞ്ചി ആളുകൾക്ക് നൽകുന്നു, തികച്ചും സൗജന്യമായി. പ്രകൃതിയോടുള്ള കരുതൽ. 23 വയസ്സ് മുതൽ ഈ 93 വയസ്സ് വരെയും മധുകാന്ത തയ്ക്കുന്നത് അതേ കറുത്ത വലിയ തയ്യൽ മെഷീനിൽ. പേര് ഉഷ. മധ്യപ്രദേശിലെ സുൽത്താൻപൂർ എന്ന ഗ്രാമം. കൃഷിയാണ് ഉപജീവന മാർഗം. അറിയാലോ, സാധുവായ കർഷക തൊഴിലാളികൾക്ക് കൃഷി കൊണ്ട് എന്ത് ഗുണമുണ്ടാകാൻ. ആ ഗ്രാമത്തിൽ തന്നെയുള്ള അംഗപരിമിതയായ അനിത ബാൽ എന്ന സ്ത്രീ കല്യാണം കഴിച്ച് ഭർതൃവീട്ടിലെത്തുമ്പോൾ എല്ലാവർക്കും പുച്ഛം, അല്ലെങ്കിൽ സഹതാപം. കാരണം അംഗപരിമിതയല്ലേ. അവൾ തയ്യൽ പഠിക്കാൻ തീരുമാനിച്ചു. കാരണം വേറെ വരുമാനമില്ല. ഭർത്താവിന് കൃഷിപ്പണിയിൽ നിന്ന് മാസം കഷ്ടിച്ച് കിട്ടുക ഏറിയാൽ 2000 രൂപ. തൻ്റെ ശാരീരിക സ്ഥിതി വെച്ച് വീടിന് പുറത്തുപോയി പണിയെടുക്കാനും കഴിയില്ല. വളരെ വേഗം അവർ വസ്ത്രങ്ങൾ തയ്ച്ചു തുടങ്ങി. അയൽക്കാർ അനിതയെ തേടിയെത്തി. ഗ്രാമത്തിലെ മറ്റുള്ളവരും വസ്ത്രം തയ്ക്കാൻ അനിതയുടെ അടുത്തെത്തി. ഇന്ന് ചുറ്റുമുള്ള മറ്റ് ഗ്രാമവാസികളും അനിതയുടെ അടുത്തെത്തുന്നു. മാസവരുമാനം 10,000-നും 12,000-നും അരികെ. ഭർത്താവ് കൃഷിപ്പണി നിർത്തി അനിതയ്ക്ക് സഹായിയായി കൂടിയിരിക്കുന്നു. കഴിഞ്ഞില്ല. ആ ഗ്രാമത്തിലെ 20ഓളം പെൺകുട്ടികളെ അനിത തയ്യൽ പഠിപ്പിച്ചു. ആ പെൺകുട്ടികളെല്ലാം അനിതമാരായി. അവർ സ്വന്തം അഭിമാനം തിരിച്ചറിഞ്ഞു. അവരും വാങ്ങി തയ്യൽ മെഷീനുകൾ. അനിതയുടെ വീട്ടിലെ അതേ മെഷീൻ ഉഷ. സുൽത്താൻപൂരിലെ ശാരീരികമായി പുഷ്ടിയുള്ള സ്ത്രീകളെക്കാൾ അഭിമാനിയാകാനും ശാരീരിക പരിമിതികൾക്കപ്പുറം മനസ്സിനെ സജ്ജമാക്കാനും മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കാനും അനിതയെ സഹായിച്ചത് സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ഉഷ നടപ്പാക്കുന്ന ഉഷ സിലായി പദ്ധതിയാണ്. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനും താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകളെ വരുമാനം കണ്ടെത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന പരിശീലന പദ്ധതിയാണിത്. 2011 തുടങ്ങിയ പരിപാടി ഇന്ന് ഇന്ത്യയിലെ 33,000 ഗ്രാമങ്ങളിലെ 12 ലക്ഷം സ്ത്രീകൾക്ക് അവരുടെ മാനം എന്തെന്ന് സ്വയം അറിയാനും തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റാനും ശക്തി നൽകുന്നു. സ്വയം ശാക്തീകരണത്തിൻ്റെ സ്വാവലംബൻ സ്കീം വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്.